ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഒറിജിൻ ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരു കുടിയേറി പാർത്ത ഒരാൾ ഗ്ലോബലായിട്ട് എവിടെയും ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇതേപോലെ ഒരു ക്രൂരത, മാസ് ഷൂട്ട് ഔട്ട്, അതിൽ പങ്കെടുക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് അതൊരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ഇതൊരു പാകിസ്ഥാൻ ഒറിജിൻ ആയിരിക്കും, പാകിസ്ഥാൻ ഒറിജിൻ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. ഇപ്പം 9/11 വെച്ച് തന്നെ എടുത്തു നോക്കാം. പല ആൾക്കാരുടെ കണക്ഷൻ എല്ലാം അവസാനം നമ്മൾ അറബിക് രാജ്യങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് കഴിയുമ്പം പാകിസ്ഥാനിലോട്ട് വരികയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സുഷമ സ്വരാജ് ഒരിക്കൽ യുണൈറ്റഡ് നേഷനിൽ പറഞ്ഞത്, ഇന്ത്യ ലോകത്തിലെ ടാലൻറ്റുകളെ സൃഷ്ടിക്കുന്നു, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകുന്നു, പാകിസ്ഥാൻ ലോകത്തെവിടെ ഒരു ടെറർ ഉണ്ടാകുന്നു അതിന് എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം പാകിസ്ഥാനികളാണ് പുറകിലെന്ന് പറഞ്ഞു. ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമല്ല. അതിന് ആദ്യമായിട്ട് നമ്മൾ ബ്രേക്കായിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ, ഓസ്ട്രേലിയയിൽ ഇതേപോലെ ഒരു ബോണ്ടി ബീച്ചിൽ നടന്നൊരു മാസ് ഷൂട്ട് ഔട്ടിൻ്റെ എക്സിക്യൂഷൻ അയാളുടെ മകനും അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതൊരു നമ്മുടെ നാണക്കേടിന് മാത്രമല്ല ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്ത്യക്കാരൻ എപ്പോഴും ഒരു പ്രിവിലേജ് ഉണ്ട്. എൻ്റെ കാര്യം എന്ന് പറയാൻ നമ്മൾ ഇതേപോലുള്ള പരിപാടിക്കൊന്നും പോകാറുണ്ട്. പക്ഷെ പാകിസ്ഥാൻകാരൻ ആ പ്രിവിലേജ് ഇല്ല. അവനെ ലോകത്തെല്ലായിടത്ത് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏജൻസും അതോറിറ്റിയും പോലീസും ഒക്കെ അവനെ പിന്നെ അങ്ങ് 100 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യും, തിരിച്ചും മറിച്ചും ഒക്കെ. കാരണം ലോകത്തുണ്ടാകുന്ന പല സംഭവങ്ങളിലും പാകിസ്ഥാൻകാരുണ്ട്. അതുകൊണ്ടാണ് അവരെ തലയ്ക്കും വല്ലാത്ത രീതിയിൽ അവരെ അങ്ങ് ഹറാസ് ചെയ്തങ്ങ് നശിപ്പിക്കും. ഇത് പല രാജ്യങ്ങളിലും പുറത്തല്ല, എയർപോർട്ടുകളിൽ പോലും പാകിസ്ഥാൻകാരനെ പിടിച്ച് ഹറാസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഒറിജിനാണ്, പാകിസ്ഥാൻ പാസ്പോർട്ടാണ്, അല്ലെങ്കിൽ കാരണം എയർപോർട്ട് ഈ എമിഗ്രേഷൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഒക്കെ അടിക്കും, മുഴുവൻ സാധനങ്ങൾ കയറി വരും. അവരെ ശരിക്കും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ ഇന്ത്യക്കാർക്ക് ലോകത്തെവിടെ ഈ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് മാറാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ത്യക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഒറിജിൻ, അതൊരു മുസ്ലിമാണ്, പക്ഷെ അത് മറ്റുള്ള ആൾക്കാരെ ഇത് കയറി ബാധിക്കും.